അകത്തുക എന്റെ നോക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ വന്നൊരു തുമ്മല് തുമ്പിയതൊക്കെ ലോകത്ത് ഒക്കെ പരക്കും. എന്താ തലക്ക് ഭ്രാന്തണ്ട ചെവിയില വന്ന് പറയണേ? പിന്നെ കണ്ണില് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്താ 24 മണിക്കൂർ അങ്ങോട്ട് നോക്കിയിരിക്കണ്? പിന്നെ നോക്കിയിരിക്കാണ്ട് ഈ ജാതി അസുഖമായിട്ടാണ് വന്നിരിക്കണത്. അവിടെ ഒന്ന് ആലോചിക്ക, എന്ത് കാര്യണ്ട് ഇപ്പൊ അവിടെ വന്ന് കുത്തിരിക്കണ്ടേ? എന്റെ പാപ്പ, ആ വീടും ഈ വീടും തമ്മിൽ ഇത്ര ദൂരല്ലേ? ഏടി വെച്ചാല് ഈ ദൂരം ഒന്നും കൊറോണക്ക് അറിയൂല. ഒറ്റ തുമ്മല് മതി, ആ പരിസരം മുഴുവൻ അങ്ങോട്ട് പരക്കും. ഓരോരോ പണി കാട്ടി കൂട്ടണത്. ഓരിക്കിപ്പോ അവിടെ നിന്ന് കുത്തി കെട്ടിട്ട് ഈ ഗുജറാത്ത് നിന്ന് കുത്തി കെട്ടി ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഒരു ഇത്തിരി നന്മ മനസ്സിലുള്ളവനാണ് ചിങ്ങി അവനവനൊക്കെ വന്നു. അപ്പൊ എന്ത് വേണം? അടങ്ങി ഒതുങ്ങി അവിടെ ഞങ്ങട് കഴിയണ്ടേ? മരിക്കച്ച മരിക്കും. അല്ലാണ്ട് അസുഖമൊന്നുമില്ല. ഇരിക്കുള്ളൂ. അതെ, എന്റെ പ്യാരിയേറ്റൻ കൂരിയേറ്റൻ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്നാട്ടഞ്ച് വല്ല കിന്നാരത്തിന് അറിഞ്ഞാല് കജ്ജും കല്ലും അത് തല്ലി മുറിക്കും ഞാൻ. അജ് മനസ്സിലാക്കിക്കോട്ടെ. എന്റെ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം മനസ്സിലാവില്ല എന്ന് വിചാരിക്കണ്ട. ആ അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, പ്യാരിയേറ്റന് അസുഖമൊന്നുമില്ല. ആരാ അനക്ക് പിന്നെ വേണ്ട അത് ഓനെ? എന്താ ഉദ്ദേശിക്കണേ? ഓനക്ക് അസുഖം ചെയ്യാൻ എനിക്ക് അങ്ങനെ അറിയൂ? 10-28 ദിവസം കഴിഞ്ഞിട്ടാണ് പല ആൾക്കാർക്കും അസുഖം ഉണ്ടോ ഇല്ല എന്ന് തന്നെ തെളിയണത്. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതുണ്ട് എന്ന് പറഞ്ഞാല് അപ്പൊ അതിന്റെ ഇടക്ക് പരിചയപ്പെട്ടവർക്കൊക്കെ കിട്ടിക്കോട്ടെ എന്നോ? അതിന് പ്യാരിയുടെ പുറത്തൊന്നും ഇറങ്ങണില്ല. പാവുണ്ട്, അത് അതിന്റെ ഉള്ളിൽ അടച്ചിരിക്കുക. എന്റെ പാവുണ്ട് എന്നുള്ള വർത്താനാണ് എനിക്ക് കേൾക്കാൻ പറ്റാത്തത്. എന്റെ ഒരു പാവുണ്ട്. പാവ അച്ഛാതി പണി കാണിക്കൂലടി. അടങ്ങി ഒതുങ്ങി ഒരു പാത്ത അവിടെ നിൽക്കണ്ടായിരുന്നു. അല്ലാണ്ട് ഇങ്ങോട്ട് ഓടി ഇങ്ങോട്ട് നാട്ടിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരികയല്ല ചെയ്യാ, ലോകത്തുള്ളവർക്കൊക്കെ അസുഖം കൊടുക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കോ. ഞാൻ നോക്കും. നോക്കിക്കോ. ഒരു വകതിരിവില്ലാത്ത ഇത് എങ്ങനെയൊക്കെ പരക്കാന്ന് ആർക്കറിയാം. എന്തിനൊക്കെ ഇങ്ങോട്ട് കുത്തിക്കെട്ടി ഇങ്ങോട്ട് എടുത്ത് എന്നുള്ളതാണ് ഞാനിപ്പോ ചിള്ളിച്ചെടുക്കാണ്ട് കീഞ്ഞിച്ചെടുക്കടാ നോക്കിക്കണ്ട്. അതിൽ ആരും വീണേന്നില്ല. ഇത് ഞാൻ ചൂണ്ടിടാൻ വേണ്ടി പായൽ മാറുന്നതാണ്. എനിക്ക് വേറൊന്നുമില്ല. ചൂണ്ടെടുത്താ വെള്ളത്തുള്ളറോ എത്ര മീനെ കിട്ടും? ഇനി ഇത് ഇറക്കിക്കൊണ്ടിരിക്കണ? അല്ല ഉണ്ണിയേട്ടാ, ഉണ്ണിയന്റെ അച്ഛൻ ക്വാറന്റൈനിലാണെന്ന് കേട്ടല്ല? അതെടാ, അതന്നെ ആകെ ഒരു വിഷമം. ഈ ഭൂമിയിൽ ഇപ്പൊ ആകെയില്ല വിഷമം അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. എടാ, അച്ഛന് മോനായിട്ട് ഞാനേ ഇല്ലു. അല്ല പറഞ്ഞ കാര്യമില്ല, ഈ അച്ഛനി എനിക്ക് ഒരൊറ്റ അച്ഛനേ ഇല്ലു. പിന്നെ പറഞ്ഞാൽ എന്ന് പിടിച്ച് തടിക്ക് പിടിക്കണ്ട. കാണുന്നില്ല, എല്ലും കൊട്ടു പോലെ കാണുന്നില്ലേ? ഭയങ്കര വിഷമം കിട്ടറാ. അല്ല, അപ്പം ക്വാറന്റൈൻ നിൽക്കുന്ന അച്ഛനെ നോക്കാൻ വേണ്ടിട്ട് ഉണ്ണിയേട്ടൻ പോകും? എടാ, നീ എല്ലാം ഏടുന്നറാ വരുന്നത്. ക്വാറന്റൈനൊക്കെ ഞാൻ പോകാൻ എന്തിനാ ആ സൂക്കടെ ഇറക്കി പിടിക്കാൻ വേണ്ടിട്ടാ? മോശമില്ല ഇവൻ. അല്ല, അപ്പം അച്ഛൻ എങ്ങനെ ഫുഡും കാര്യങ്ങളും ബാക്കി? എടാ, ഇപ്പം അത് ഭക്ഷണത്തിന്റെ കാര്യം ഒന്നും പേടിക്കാനില്ല. വീട്ടിൽ എല്ലാ സർവത്ര സാധനവും കിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അതിലെല്ലാം ഉണ്ടായിരിക്കും. പഞ്ചസാര, ചായപ്പൊടി, പറങ്കി, കൊത്തമ്പാരി, എല്ലാ സാധനവും ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നോക്കിയിട്ട് നമുക്ക് സ്വന്തം ഉണ്ടാക്കാം. ടാപ്പുണ്ട്, വെള്ളമുണ്ട്, സ്റ്റൗ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ടാക്കി കഴിക്കാലോ. അതിന് നമ്മൾ ആവശ്യമില്ല, അച്ഛൻ ഒറ്റക്ക് മതി. അതെങ്ങനെ ശരിയോ? ക്വാറന്റൈൻ നിൽക്കുന്ന ഒരാളല്ലേ? അല്ല, ചേട്ടന് പേടിയാണെങ്കിൽ കുഴപ്പമില്ല, ചേട്ടൻ്റെ അമ്മേനെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടൂടെ? എടാ, എന്റെ അമ്മ വീട്ടിൽ നിന്ന് ഭക്ഷണം ആക്കി അച്ഛനെ കൊണ്ട് കൊടുക്കാനാ. ക്വാറന്റൈനിൽ ഇല്ല അച്ഛന്. തിരിച്ച് എന്റെ വീട്ടിലേക്കല്ലേ വരേണ്ടത്. അതിനിപ്പോ എന്ത്? പിന്നെ എന്റെ ഭാര്യക്കാവും. ഈ അമ്മയും ഭാര്യയും എത്തിയിട്ട് എപ്പോഴും ചറവറാ വർത്താനം പറയും. തുപ്പൽ അങ്ങോട്ട് ധരിക്കും. അപ്പൊ ഭാര്യക്ക് വരും, ഭാര്യക്കൊന്ന മക്കൾക്ക് വരും, മക്കൾക്ക് വന്നാൽ എനക്ക് വരും, എനക്കൊന്ന് അപ്പുറത്തെ വീട്ടിലെ സരളക്കും വരും. അടാ സരളടാ, അപ്പുറത്തെ വീട്ടിലൊരു കുഞ്ഞി പൂച്ചയുണ്ട്. ആ പൂച്ചക്ക് വന്ന സർവത്ര നാട്ടുകാർക്ക് വരും. കാരണം ഈ മീനില്ലടത്തല്ലേ ഇത് പോവും. അല്ല, ഈ പൂച്ചക്കൊക്കെ വരും? പൂച്ചക്ക് വരില്ലേ? വരും. എലിക്ക് വരില്ലേ? ഇല്ലേ, വരും. അങ്ങനെ വരും 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 വരും. ഒറ്റ മിനിറ്റടാ. ഒരാവശ്യത്തിന് എന്തെങ്കിലും വർത്താനം പറയുമ്പോൾ ഫോൺ വിളിക്കും അച്ഛൻ. ഹലോ, ഹലോ ഹലോ ഹലോ.
കേൾക്കുന്നില്ല അച്ഛാ, കേൾക്കുന്നില്ല. എങ്ങനെ കേൾക്കൂല? ഞാനേ 1-2 മണിക്കൂറുടെ ഒരു കുന്നിന്റെ മീറ്റേറ്റം കയറിയിട്ട് വിളിക്കാം. കേൾക്കൂല, അവിടുന്ന് റേഞ്ച് ഇല്ല അച്ഛാ. എനക്ക് തോന്നുന്നു അച്ഛന് റേഞ്ച് ഇല്ലാന്ന്. ആടെയും റേഞ്ച് ഇല്ല, ഇടിയും റേഞ്ച് ഇല്ല. രണ്ടിക്ക് റേഞ്ച് ഇല്ലാക്കുമ്പോ നമുക്ക് എന്ത് വർത്താനം പറഞ്ഞാൽ കേൾക്കൂല. നിങ്ങൾ എന്ത് പറഞ്ഞാൽ എനിക്ക് കാര്യമില്ല, എനിക്ക് കിട്ടുന്നില്ല. ഇല്ല ഇല്ല, എനിക്ക് കേൾക്കുന്നില്ല. ശരി, ആ ഇതെന്നെ പ്രശ്നം വിളിച്ചു കൊടുക്കാൻ ആവശ്യമുണ്ടാവില്ല. എന്താ ആവശ്യം? ഉണ്ണിയേട്ടാ എന്തെങ്കിലും ആവശ്യമായിരിക്കും, ഒന്ന് ചെന്ന് നോക്ക്. അതെയാ? ആ അപ്പൊ നീ ഇവിടെ വെറുതെ ഒക്കെ ഇല്ലേ? ഞാൻ ഇത് വൃത്തിയായിക്കൊണ്ടിരിക്കും. അപ്പോ നീ പോയിട്ട് നോക്ക്. ഞാൻ എന്ത് നോക്കണം? എന്റെ അച്ഛനല്ലല്ലോ, ഉണ്ണിയേട്ടൻ്റെ അച്ഛനല്ലേ, നോക്കിയാൽ മതി. മോശമില്ല ഇവൻ. നീ ഇത് ചിള്ളിക്കൊണ്ടും വാദിക്കൊണ്ടെല്ലാം ഇവിടെ നിൽക്ക്. എല്ലാം എന്തൊക്കെ ചെയ്യും. നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കാണ്ട് ഒരു അഭിപ്രായം പറയണ്ടേ മെമ്പറെ? അല്ലാന്ന് ഇതിലിപ്പോ ഞാൻ എന്താ അഭിപ്രായം പറയണ്ടത്? നിങ്ങളല്ലാണ്ട് പിന്നെ ആരെയും അഭിപ്രായം പറയാ? നമ്മളെ വാർഡില് ക്വാറന്റൈനിൽ കിടക്കണ 2 ആൾക്കാർ, ഇവരെ 2 ആളെയും നാട്ടി ഓടിക്കണമെന്നാണ് ഇപ്പൊ ഇവര് പറയണത്. അത് മാണോ മാണ്ടിയോ? അതൊന്നും നടക്കില്ല. അവര് നമ്മുടെ നാട്ടുകാരല്ലേ. അത്രേ ഉള്ളൂ. ഈ മെമ്പർ ചില സമയം വിവരമില്ലാതെ മൊയ്ത് സംസാരിക്കുമ്പോൾ സംസാരിക്കില്ലേ? അത് ശരി, ഉള്ള കാര്യം പറയുമ്പോ ഇവരെ കിടന്ന പറയുന്നത്. ഞാൻ ഒരു കാര്യം പറട്ടെ നിങ്ങളോട്, ഇതിപ്പോ നടക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഒരു വണ്ടി വിളിച്ചിട്ട് ഓരോ ഇവിടുന്ന് കൊണ്ടായി കളി. അതപ്പോ പറയാനുള്ളൂ. നിങ്ങൾ എന്ത് തമാശയാക്കണ്? നിങ്ങളുള്ള കാര്യം പറയാൻ നോക്കി. അപ്പൊ കാര്യം എന്നാടോ ചങ്ങായി പറഞ്ഞേ? ഈ സുഗതനും പ്യാരും അവിടെ കിടക്കണേ. ഇങ്ങക്ക് എന്തിനും മുട്ട ന്യായം പറഞ്ഞ അങ്ങോട്ട് മാറാ. സഹിക്കണത് ഞങ്ങളാണ്. അല്ല കോയ, ആ ഇപ്പൊ ഈ പ്യാരിയും സുഗതനും ശരിക്കും ഈ അടച്ചിട്ട റൂമിനകത്ത് തന്നെയാണല്ലോ ഇരിക്കണത്. പിന്നെ എന്താണ് അതിനകത്തൊരു പ്രശ്നം? ഏടോ ചെങ്ങായി, ഞാൻ ഒരു ദിവസം എന്റെ വീടിന്റെ ജനലൊന്നും അങ്ങോട്ട് തുറന്നപ്പോ പ്യാരി അവന്റെ വീടിന്റെ ജനൽ ഇങ്ങോട്ട് തുറന്നു ഇങ്ങോട്ട് നോക്കുക. എന്താ അതിനെന്താന്നോ? ഏടോ ഒരു തുമ്മൽ അങ്ങോട്ട് തുമ്പി ഒരു കാറ്റും വന്ന തീർന്നില്ല എന്റെ പണി. ഏയ്, അതിന് നിങ്ങളുടെ വീടും അയാളുടെ വീടും തമ്മിൽ ഒരുപാട് ദൂരല്ലേ? എത്ര ദൂരമുണ്ട്? എന്റെ മെമ്പറെ, ഞാനൊരു കാര്യം പറയാം. ഈ പ്യാരിജാത വന്നേക്കുന്നത് അന്യ സംസ്ഥാനത്തു നിന്നാണ് അല്ലേ? പിന്നെ അന്യ സംസ്ഥാനത്തുള്ള അണുക്കൾക്ക് നമ്മുടെ കേരളത്തിൽ വന്ന അണുക്കളെക്കാളും വീര്യം കൂടുതലാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തു. വിവരക്കേടിന്റെ ഹെഡ് ഓഫീസാണ് പോയി. എന്ത് വിവരക്കേടുന്നാടോ ചങ്ങായി പറഞ്ഞത്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചൈനയില് കിടക്കണ സാധനം പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്താച്ചാ പിന്നെ പ്യാരിലോർന്ന് എന്റെ വീട്ടിലേക്ക് എത്താൻ അപ്പൊ അത്ര വലിയ താമസം? അതെ, എന്താ നിങ്ങൾ പറയണേ? കോയക്ക, ഇതിപ്പോ ഗവേഷകർ അന്വേഷിച്ചപ്പോ പ്രകാശത്തിനേക്കാളും വേഗത കൂടുതലാണ് ഈ സാധനത്തിന്. ഏത് പ്രകാശന്? വെളിച്ചം. വെളിച്ചത്തിന് എവിടെ വേഗത? ശാസ്ത്ര അറിഞ്ഞ് വിട്ടിത്തരം പറയാം. അതെ കോയക, ഇപ്പൊ അവർക്ക് അസുഖമില്ലല്ലോ. അവരിപ്പോ അടച്ചിട്ടിട്ടുള്ള ഒരു റൂമിനകത്താണ് ഇരിക്കുന്നത്, ക്വാറന്റൈനിലാണ്. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അസുഖം വരാലോ. വരുമ്പോഴല്ലേ